കർത്താവിൽ സമർപ്പിക്കുന്ന കർത്താവെ അവിടെ തന്നെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആ, സ്തോത്രം. അപ്പം നമുക്കിന്ന് ചുരുക്കമായിട്ട് നമ്മളെപ്പോഴും എല്ലാവരും പറഞ്ഞ് ചുരുക്കമായിട്ടാണ് കൂടി വന്നതെന്ന്. എങ്കിലും ഞാൻ എപ്പോഴും ചിന്തിക്കും, ചുരുക്കമായിട്ട് വന്ന ഒരു സഭയായതുകൊണ്ട് തന്നെ പരസ്പരം നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരെക്കുറിച്ചും വളരെ ഡീറ്റെയിൽഡായിട്ട് അറിയാനൊക്കെ പറ്റുന്നുണ്ട്. 400, 500, 1000, 10,000 ഉള്ള സഭകൾ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷേ അവർ തമ്മിൽ എങ്ങനെയാണ് റിലേഷൻഷിപ്പ് എന്ന് നമുക്കറിയില്ല. എങ്കിലും ഇവിടുത്തെ ഈ ഒരു സഭയിൽ കർത്താവ് അങ്ങനത്തെ ഒരു കൂട്ടായ്മ തരുന്നതിനായിട്ട് കർത്താവിന് സകല നന്ദിയും പറയുന്നു. ഞാൻ പുതിയതായിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ കണ്ടിന്യൂ കേട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം വീണ്ടും ഒന്നും കൂടെ നമ്മുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഒന്നും കൂടെ പറയുന്നു എന്നേ ഉള്ളൂ. ചൊവ്വാഴ്ച ജെറീഷ് ബ്രദർ പറഞ്ഞതിൻ്റെ തന്നെ കണ്ടിന്യൂവേഷൻ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ ആഴ്ചകളിലെല്ലാം ഞാനും കേൾക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. അതിനുവേണ്ടി കുറച്ച് വാക്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഓരോ വാക്യങ്ങൾ വായിച്ച് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കാം. കർത്താവ് സഹായിക്കട്ടെ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെ. എഫേസ്യർ 1-ന്റെ 4 മുതൽ 6 ഞാൻ വായിക്കാം. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. അപ്പോൾ ഇതൊരു നീണ്ട വാക്യമാണെങ്കിലും ഇതിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ കാര്യങ്ങൾ എന്താണ് വചനത്തിൽ എങ്ങനെയാണ് പറയുന്നതെന്നുള്ള ചിന്തിക്കാം. നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കും. അവനിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ക്രിസ്തുവിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഈ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യ വാക്യം പറയുന്ന പോലെ നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് നമ്മളെപ്പോഴും പറയുന്നതാണ്. കാരണം ഈ തിരഞ്ഞെടുപ്പിന് നമുക്ക് പ്രത്യേകിച്ചൊരു യോഗ്യതയും ഇല്ല. തിരഞ്ഞെടുത്തത് നമ്മളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളല്ല. ആരും ദൈവത്തെ പോയി കണ്ടുപിടിക്കണില്ല. യോഹന്നാൻ്റെ സുവിശേഷം 15-16 പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. അപ്പം നമ്മൾ തിരഞ്ഞെടുത്തു എന്നല്ല, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ്. ദൈവം എന്തിനാണ് തിരഞ്ഞെടുത്തതെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചും ഇരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഈ തിരഞ്ഞെടുപ്പ് ശരിക്കും ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ നമ്മളെ കണ്ടിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ തിരഞ്ഞെടുത്തതിന് ശേഷം ആണ് നമ്മൾ പോലും അറിയുന്നത് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്ന്. അതിന് തൊട്ട് മുമ്പ് വരെ നമുക്കറിയില്ല. നമ്മൾ ഈ ഒരു കൂട്ടായ്മയിലൊക്കെ ഇരിക്കുമ്പോൾ പലരും നാമധേയ സഭകളിൽ നിന്ന് വന്നവരാണ്, വേറെ മതത്തിലുള്ളവരായിരുന്നു, വേറെ വർഷിപ്പുകൾ ഉള്ളവരായിരുന്നു. അവിടെ നിന്നെല്ലാം നമ്മളിവിടെ കൊണ്ടുവന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന്. റോമർ 8-33 പറയുന്നു, ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും. അപ്പം നമുക്കറിയാം ഈ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ദൈവമാണെങ്കിൽ ഈ തിരഞ്ഞെടുത്ത നമ്മളെ ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. കാരണം ഈ തിരഞ്ഞെടുത്തത് ദൈവം വെറുതെ അങ്ങ് തിരഞ്ഞെടുക്കുകയല്ല. ദൈവത്തിന് എന്തിനാണ് തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയില്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ് ഒരു പക്ഷേ നമുക്ക് ഈ തിരഞ്ഞെടുത്തതിൻ്റെ ബിഹൈൻഡിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു കാര്യം അറിയാം, തിരഞ്ഞെടുക്കാൻ നമുക്ക് യോഗ്യതയില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. കാരണം നമ്മളെക്കാളും പ്രാഗൽഭ്യമുള്ളവരും നമ്മളെക്കാളും കഴിവുള്ളവരും നമ്മളെക്കാളും ഭക്തിയുള്ളവരും അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ ഈ ലോകത്ത് കാണുമ്പോഴും നമ്മൾ ആലോചിക്കും, നമ്മളെ എന്തിനാണ് ദൈവം തിരഞ്ഞെടുത്തതെന്ന്. അങ്ങനെയാ അതിൻ്റെ ഉത്തരം എനിക്കും അറിയില്ല എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തതെന്ന്. എങ്കിലും ഞാനും വിശ്വസിക്കുന്നു ഈ തിരഞ്ഞെടുപ്പിന് പിന്നിൽ തീർച്ചയായിട്ടും അവൻ്റെ ഒരു കൃപയാണ്, അവൻ്റെ ഒരു കരുണയാണ്. നമ്മൾ അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ആ ഒരു തിരഞ്ഞെടുപ്പ് നമ്മളിൽ വന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവം തിരഞ്ഞെടുത്ത ഒരാളെ നമുക്ക് വിധിക്കാനും അധികാരം ദൈവം തന്നിട്ടില്ല. 2 തെസ്സലോനിക്കർ 2:13 2 തെസ്സലോനിക്കർ 2:13 അതിൽ പറയുന്നുണ്ട്, ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടംപെട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ പറയുന്നത് കേട്ടോ, രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട്. ഇതാരാ തിരഞ്ഞെടുത്തേ? ദൈവം നിങ്ങളെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിനും സത്യത്തിൻ്റെ വിശ്വാസത്തിനും.
ഈ ആത്മാവിൻ്റെ വിശദീകരണത്തിൽ 1 പത്രോസ് 2 പത്രോസ് 1 ആണെന്ന് തോന്നുന്നു. ആത്മാവിൻ്റെ വിശദീകരണത്താലുള്ള അനുസരണത്തിലേക്കെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളെ ഈ ദൈവം ഈ തിരഞ്ഞെടുത്തത് ഈ വിശുദ്ധിയിലേക്ക് നയിക്കാനാണ്. അതുപോലെ തന്നെ 1 തെസ്സലോനിക്കർ 1:4 പറയുന്നുണ്ട്, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നല്ലോ. ഞാൻ ഈ വാക്യങ്ങളൊക്കെ പറയുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ, ഈ ബൈബിളിൽ അനേക വാക്യങ്ങൾ നമ്മുടെ തിരഞ്ഞെടുപ്പ് ഉറപ്പിച്ച് തരാനായിട്ട് പറയുന്നുണ്ട്. അപ്പം പല വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴാണ് നമുക്കിത് മനസ്സിലാകുന്നത്, ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നോ. അപ്പോൾ ഈ വാക്യങ്ങൾ, ഓരോ വാക്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴും നമുക്കത് മനസ്സിലാകും, ഇതിൻ്റെ തിരഞ്ഞെടുപ്പിന് പിന്നിൽ ദൈവം എന്തുമാത്രം നമ്മളെ സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. യോഹന്നാൻ്റെ സുവിശേഷം 6:37, യോഹന്നാൻ്റെ സുവിശേഷം 6:37, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലും നമ്മളിത് വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം യേശു ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന ആളുകൾ നമുക്കറിയാം. നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ പറയും, തീർച്ചയായിട്ടും ദൈവം കണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ തന്നെ വരും. അപ്പോൾ അങ്ങനെ കൊടുത്തിരിക്കുന്നവരാണ് നമ്മൾ. അപ്പം നമുക്ക് ആ ഒരു ഉറപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഉറപ്പ് വേറെ ആർക്കും അത് കളയാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് എനിക്ക് മനസ്സിലായത്. കാരണം അത് ഉയരത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഉറപ്പാണ്. നമ്മളെ തിരഞ്ഞെടുത്തിട്ട് നമ്മളെ ദൈവം ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളെ മക്കളാക്കി എന്നുള്ളതാണ്. അപ്പോൾ തിരഞ്ഞെടുത്ത നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ആ പുത്രത്വം നമുക്ക് കിട്ടിയതാണ്. അത് നമ്മൾ പല വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. നമ്മളിനിയും ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്നെ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഒരു മക്കളാക്കിയിരിക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മളെ തിരഞ്ഞെടുപ്പിന് മുമ്പിട്ട് ദൈവം നമ്മളെ കണ്ടു, നമ്മളെ അറിഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ നമ്മളെ കണ്ടു. ഇതെല്ലാം നമുക്ക് പല വാക്യങ്ങൾ അറിയാം. അപ്പോൾ നമ്മളെ പുത്രനാക്കിയ ശേഷം ദൈവം നമ്മളെ വെറുതെ അങ്ങ് വിട്ട് കളയുമോ? ഒരിക്കലും വിട്ട് കളയത്തില്ല. പുത്രനാക്കിയ ശേഷം നമുക്കറിയാം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ഇനി ഈ തിരഞ്ഞെടുത്ത നമ്മളെ ദൈവം നമ്മളെ ഒരു വിശദീകരണത്തിലൂടെ കടത്തിക്കൊണ്ടു പോകുന്ന ഒരു പ്രോസസ്സുണ്ട്. ആ വിശദീകരണമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം പല മേഖലകളിൽ തരുന്നത്. വിശദീകരണത്തിൻ്റെ ഒരു എക്സാമ്പിൾ, ഇപ്പം നമുക്കറിയാകുന്ന എക്സാമ്പിൾ തന്നെ നമുക്ക് പറയാം. നമ്മുടെ ബെൻസൺ സഹോദരന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ആ സഹോദരനെക്കുറിച്ച് ബിജു ബ്രദറും പറഞ്ഞു. ജോലിക്ക് വേണ്ടിയിട്ട് പലതവണ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചു, അവസാനം ആൻസർ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ബെൻസനും ഏകദേശം ഒന്നും അടുത്ത് ഇനിയിപ്പം ഇവിടെ നിൽക്കേണ്ട, പോകാം എന്നുള്ള രീതിയിലെല്ലാം ചിന്തിച്ചു. നമ്മൾ പറ്റുന്നത് പോലെല്ലാം ചെയ്തു. എന്നിട്ട് വീണ്ടും നമ്മൾ ബെൻസനോടും പറഞ്ഞു, ബെൻസ നമ്മളൊക്കെ പ്രാർത്ഥിച്ചു, എങ്കിലും നീയും പ്രാർത്ഥിക്കുക. നമ്മൾ ബെൻസനോടും പറഞ്ഞു, കാരണം നിൻ്റെ ഭാഗത്തും നീയും ചെയ്യുക, നിൻ്റെ ഭാഗത്തും ആ വിശ്വാസത്തിൻ്റെ കുറവായിരിക്കാം. അപ്പോൾ നമ്മൾ പല രീതിയിൽ നമ്മൾ പറഞ്ഞു. അവനെല്ലാം അവസാനം അവൻ്റെ വിസ ക്യാൻസലാകുന്ന ആ ടൈമിൽ അവൻ്റെ എഫേർട്ടും അവസാനിച്ച സിറ്റുവേഷനിൽ ദൈവം അവനൊരു വഴി തുറന്നു കൊടുത്തു. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? കാരണം ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നമ്മുടെ എല്ലാ കപ്പാസിറ്റിയും തീരുമ്പോഴാണ് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുന്നത്. അതെല്ലാവരുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവിടെ ദൈവം ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. കാരണം നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ബുദ്ധിയിലല്ല, നമ്മുടെ ശക്തിയിലല്ല, നമ്മുടെ പരിജ്ഞാനത്തിലല്ല, നമ്മുടെ അറിവിലല്ല, ഇതിലൊന്നുമല്ല. ഇതെല്ലാം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി കൊടുക്കുമ്പോഴാണ് ദൈവം തീർച്ചയായിട്ടും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു ജോലി കിട്ടിയതൊരു ദൈവത്തെ അറിയാനുള്ള ഒരു മുഖാന്തരമാണ്. കാരണം ഇതിനു മുമ്പിട്ട് 2020 വന്നെന്നല്ലേ പറഞ്ഞത്. 2020 മുതൽ ഇത്രയും വർഷം പല രീതിയിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ആ ബെൻസൻ്റെ മനസ്സിന് ദൈവം ഒരു രൂപാന്തരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ഉപേക്ഷിക്കത്തില്ല എന്നുള്ള ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളമൊഴിക്കുക, അത് നനയ്ക്കുക, അത് ദൈവം തന്നെ അത് വളരുമാറാക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പക്ഷെ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പരിജ്ഞാനത്തിൽ അവർ നടക്കാനും ഈ സാഹചര്യങ്ങളിലൂടെ എല്ലാം അൾട്ടിമേറ്റ്ലി ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് നമുക്കും ആഗ്രഹിക്കാം, നമുക്കും പ്രാർത്ഥിക്കാം. അത് മാത്രമേ നമുക്ക് പറ്റൂ. അതുപോലെ തന്നെ ചിലരുടെ കേസിൽ നമ്മൾ എന്ത് ചെയ്താലും അത് നടക്കില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാനായിട്ട്, കഴിഞ്ഞ ആഴ്ചയുടെ അങ്ങേ ആഴ്ചയാണെന്ന് തോന്നുന്നു, ഞാനൊരു സഹോദരനെ കുറിച്ച് പറഞ്ഞു എൻ്റെ ഓഫീസിലുള്ള. അപ്പം പുള്ളിയോടുള്ള ഒരു സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അവിടുന്ന് ഒരു ദുബായിലൊരു കോൺഫറൻസ് വന്നപ്പോൾ ഞാൻ ഈ സഹോദരൻ്റെ പേര് കൊടുത്തു. പുള്ളിക്കാരൻ പോയിട്ട് വരട്ടെ, എല്ലാം കമ്പനി തന്നെ, സപ്ലയർ തന്നെ എല്ലാ എക്സ്പെൻസും വഹിക്കുന്നുണ്ട്, ടിക്കറ്റും 3 ദിവസത്തെ ഒരു സെമിനാറാണ്. അപ്പോൾ ഞാനിതെല്ലാം ചെയ്തു, സന്തോഷമായി.
അവന് പോകാനുള്ള എല്ലാം തയ്യാറെടുപ്പുമായി. അതിനൊരു അപ്രൂവൽ പ്രോസസ്സുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് അപ്രൂവൽ ചെയ്തു, എൻ്റെ ബോസിനെ കൊണ്ടും അപ്രൂവ് ചെയ്തു. അവൻ കോട്ടും സ്യൂട്ടും ഒക്കെ മേടിച്ചു, എല്ലാം തയ്യാറായിട്ടിരുന്നു. പിറ്റേ ദിവസമാണ് ഫ്ലൈറ്റ് 8:30-ക്കാണ് പോകേണ്ടത്. അപ്പോൾ ബോസിന് ശേഷമുള്ള അപ്രൂവൽ വന്നിട്ടില്ല. ഇവന് രാത്രി മുഴുവൻ ഇങ്ങനെ നോക്കിയിരുന്നു, ഇപ്പോൾ അപ്രൂവലാകും. പിറ്റേ ദിവസം രാവിലെ 6 മണിയായപ്പോഴേ അവ ഓഫീസിൽ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, കുഴപ്പമില്ല, നമുക്ക് നോക്കാം, രാത്രിയിലെങ്കിലും അപ്രൂവൽ ആകുമായിരിക്കും, അപ്രൂവൽ ആയാലേ പോകാൻ പറ്റൂ, പക്ഷേ അപ്രൂവൽ ചെയ്യണ്ടേ. അതിന് ശേഷം ഫ്ലൈറ്റ് 8:30-ക്കായിരുന്നു രാവിലെ. 8:30-ക്ക് ഫ്ലൈറ്റ് ഇവിടുന്ന് പോയതിന് ശേഷം 9 മണിയായപ്പോൾ അവൻ അപ്രൂവലായി. അവൻ എൻ്റെ കൂടെ കമ്പനിയിലുണ്ട്. അപ്പോൾ ഞാൻ അവനോട് എന്ത് പറയണം? ഞാൻ ചെയ്തതല്ല എൻ്റെ സ്നേഹത്തിലും അവനൊരു സപ്പോർട്ട് കിട്ടണമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇത്രയും ആക്ടിവിറ്റി ചെയ്തത്. പക്ഷേ അതിനൊരുപാട് പേരുദോഷം കിട്ടിയെങ്കിലും എനിക്കൊന്നും ചെയ്യാനില്ല ആ സമയത്ത്. വീണ്ടും ഞാൻ അവരെ സപ്ലയറെയൊക്കെ വിളിച്ചു റിക്വസ്റ്റ് ചെയ്തിട്ട് അവൻ ഈവനിങ്ങിലേക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് അവനെ പറഞ്ഞു വിട്ടു. അപ്പം ഞാൻ പറഞ്ഞത്, ചിലരുടെ കാര്യത്തിൽ നമുക്ക് പ്രവർത്തിക്കാമെന്നേ ഉള്ളൂ, നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാമെന്നേ ഉള്ളൂ, പക്ഷേ ദൈവം അനുവദിക്കാതെ അത് മുമ്പോട്ട് നടക്കത്തില്ല. നമുക്ക് ചെയ്യാം. ഈ മുടിയനായ പുത്രൻ്റെ ഒരു ഉപമ ഞാൻ ഇതിനു മുമ്പിട്ടും പറഞ്ഞിട്ടുണ്ട്. മുടിയനായ പുത്രൻ പന്നികളുടെ അടുത്തുനിന്ന് ഫുഡ് കഴിച്ചപ്പോഴാണ് അപ്പൻ്റെ സ്നേഹത്തെ ഓർത്ത് പോയത്. അപ്പോൾ ഒരു സഹോദരൻ ചോദിച്ചു, നിങ്ങൾ അടുത്ത് താമസിക്കുകയാണെങ്കിൽ ഈ മുടിയനായ പുത്രന് ഈ ഫുഡ് കഴിക്കുന്ന കണ്ടിട്ട് നമ്മൾ ഫുഡ് മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബിരിയാണി മേടിച്ച് കൊടുത്താൽ അവൻ ഒരിക്കലും അവൻ്റെ അപ്പനെ കാണത്തില്ല എന്ന് പറഞ്ഞു. അപ്പനടുത്തേക്ക് പോകാൻ തോന്നത്തില്ല എന്ന് പറഞ്ഞു. കാരണം ആ ഒരു ആഗ്രഹം അവൻ്റെ ഉള്ളിൽ വരില്ല എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. മുടിയനായ പുത്രൻ ഇങ്ങനെ നമ്മുടെ അടുത്താണെങ്കിലും നമ്മൾ കാണുമ്പോൾ നമുക്ക് ആ ഉത്തരവാദിത്വം വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ കാണുമ്പോൾ നമ്മൾ കരുണാപാത്രങ്ങളാണ്. അപ്പം നമുക്ക് അവരോട് കരുണ തോന്നുക, അതാണ് നമ്മളോട് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ ദൈവം അവനെ കൊണ്ടുപോകുന്നത് ദൈവം അവനെ പഠിപ്പിക്കാനാണ് എന്ന് പറയാൻ നമുക്ക് യോഗ്യതയില്ല. കാരണം നമുക്കൊരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ആരാണ് അത് പറയാൻ? അത് ചെയ്യുന്നത് ദൈവമാണ്. അപ്പോൾ ഇവന് ഇത് ശരിയാകാഞ്ഞത് ഇവൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് എന്ന് പറയുമ്പോൾ നമ്മളത് ന്യായാധിപതിയുടെ സീറ്റിൽ ഇരുന്നിട്ട് നമ്മൾ അവരെ ജഡ്ജ് ചെയ്യുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം നമുക്ക് ആർക്കും അത് പറയാനുള്ള അധികാരമില്ല. കാരണം ദൈവം ഒരു സമയം വരെ അവരെ കൊണ്ടുപോകും. നമ്മളടുത്തൊരു റിക്വസ്റ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാരണം നമ്മളോട് അതേ ഉള്ളൂ, നമ്മൾ കരുണാപാത്രങ്ങളാണ്. കാരണം ദൈവം നമ്മളോട് അത്രമേൽ കരുണ ദൈവം നമ്മളോട് കാണിക്കുന്നുണ്ട്. കാരണം എന്നേ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മൾ. അപ്പം നമുക്ക് ജീവനില്ലായിരുന്നു. മരിച്ചവർക്ക് നമുക്ക് എന്തെങ്കിലും ദൈവത്തെ വിളിക്കാൻ പറ്റുമോ? മരിച്ചവർക്ക് ആർക്കെങ്കിലും ദൈവത്തെ വിളിക്കാൻ പറ്റുമില്ല. അപ്പം മരിച്ചവരായിരുന്ന നമ്മളെയാണ് ദൈവം അവൻ്റെ ആത്മാവിനെ തന്നിട്ട് ജീവൻ തന്നത്. മരിച്ചവരാൾക്ക് എങ്ങനെ വിളിക്കാൻ പറ്റും? ചിലർ പറയും, ഞാൻ ആ കഷ്ടതയിലൂടെ പോയപ്പോൾ ഞാൻ ദൈവത്തെ കണ്ടു. കഷ്ടതയിലൂടെ പോയി. ഒരു സഹോദരൻ എന്നെ ഇന്നലെയും കൂടെ മെസ്സേജ് അയച്ചതേ ഉള്ളൂ. ബാംഗ്ലൂരുള്ള സഹോദരനാണ്. പുള്ളിക്കാരന് എൻ്റെ വൈഫ് ഡിവേഴ്സ് ഫയൽ ചെയ്തിരിക്കുകയാണ്. 2-3 വർഷം കൊണ്ട് പുള്ളി ഒരു ഇതിൽ പോവുകയാണ്, കേസ് നീട്ടിക്കൊണ്ടിരിക്കുക. അപ്പം പുള്ളിക്കാരന് 2 മക്കളുണ്ട്. അപ്പം ആ മക്കളും ഇപ്പം അപ്പനോട് ഇഷ്ടമല്ല എന്നുള്ള രീതി പറഞ്ഞു. പുള്ളി ആകെ തകർന്നിരിക്കുകയാണ്. ഇന്നലെ മെസ്സേജ് അയച്ചപ്പം പറഞ്ഞു, ബ്രദർ എനിക്കിപ്പം നല്ല ആശ്വാസമുണ്ട്. കാരണം ദൈവം എനിക്ക് കുറച്ച് ആശ്വാസം തരുന്നുണ്ട്. എനിക്കിപ്പം വലിയ ടെൻഷനില്ല, അത് ദൈവം നോക്കിക്കോളും, ദൈവം എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്നുള്ള ഒരു കോൺഫിഡൻസിലേക്ക് പുള്ളിക്കാരനെത്തി. പക്ഷേ ഇതേ പുള്ളിയോട് ഞാൻ പറഞ്ഞു, അനേകർ പുള്ളിയോട് പറയുക, നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ ഈ ഒരു ഇതിൽ നിന്ന് നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറയുമ്പം പുള്ളി പറയുക, എൻ്റെ പൊന്നു സഹോദര, പറയുന്നവർക്ക് പറയാം, ഇതിലൂടെ കടന്നു പോകുന്ന ഞാനല്ലേ, ഞാൻ എങ്ങനെ വിശ്വസിക്കാനാണ്? ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം നമുക്കൊരിക്കലും വേറെ ഒരാളുടെ സിറ്റുവേഷനിൽ നമുക്ക് അവരോട് ഒരുപാട് നിങ്ങൾ വിശ്വസിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അവരുടെ ഷൂവിൽ കയറി നിൽക്കുമ്പോഴേ നമുക്കതിൻ്റെ പെയിൻ അറിയാൻ പറ്റും. അപ്പോൾ എന്നോടത് പറയുമ്പോൾ ഞാൻ സഹോദരനോട് പറയും, സഹോദര വിഷമിക്കേണ്ട. കാരണം സഹോദരൻ കടന്നു പോകുന്ന പെയിൻ അറിയാൻ പറ്റുന്നത് യേശുക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. കർത്താവിന് മാത്രമേ നമ്മൾ കടന്നു പോകുന്ന പെയിൻ അറിയാൻ പറ്റൂ. നമുക്ക് ഈ പെയിൻ ഒരാളോട് പറയാനായിട്ടോ റീക്രിയേറ്റ് ചെയ്യാനോ പറ്റത്തില്ല. നമുക്ക് വളരെ ദയനീയമായിട്ട് നമുക്ക് പറയാം, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടു, കുഞ്ഞുനാളിൽ എനിക്കിതായിരുന്നു. നമ്മുടെ ദാരിദ്ര്യമോ അല്ലെങ്കിൽ നമ്മുടെ വന്ന വഴികളോ നമുക്ക് പറയുമ്പോഴും ആ പെയിൻ അവർക്ക് കൺവേ ചെയ്യുന്നില്ല. അവർക്ക് കൺവേ ചെയ്യുന്നത് നമ്മൾ പറയുന്ന ആ ഒരു ഇമോഷണൽ സ്റ്റേജ് മാത്രമാണ്. പക്ഷേ കർത്താവിന് ഈ പെയിൻ എന്താണെന്ന് കറക്റ്റായിട്ട് നമ്മളെക്കുറിച്ച് അറിയാൻ പറ്റും. നമ്മുടെ ഒരു രോഗമായിരിക്കാം, നമുക്ക് മാത്രമേ അറിയാൻ പറ്റൂ. ചിലർ നോക്കുമ്പോൾ അവർക്കത് സിമ്പിളായിരിക്കാം, കുഴപ്പമില്ല, അല്ലെ ഉറക്കമില്ലായ്മയായിരിക്കാം, അത് വലിയ കാര്യമായിട്ട് അവർക്ക് തോന്നുന്നില്ല. പക്ഷേ ആ അനുഭവിക്കുന്നവർക്ക് അത് ഭയങ്കര വലുതായിരിക്കാം. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ കർത്താവിന് നമ്മളെ സിമ്പതൈസ് ചെയ്യാൻ പറ്റും. അതായത് കർത്താവിന് നമ്മളോട് കരുണ കാണിക്കാൻ പറ്റും, കർത്താവിന് നമ്മളെ മനസ്സിലാകും. അതെന്തോ ആയിക്കോട്ടെ, നമ്മുടെ സ്വഭാവം ആയിക്കോട്ടെ, പാപസ്വഭാവം ആയിക്കോട്ടെ, നമ്മുടെ ചിന്തകളിലുള്ള പ്രശ്നമാകട്ടെ. കാരണം കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ
നമുക്കൊരു മറയുടെ ആവശ്യമില്ല. അപ്പോൾ ദൈവം അതാണ് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു കാര്യം. നമ്മൾ ദൈവത്തിന് മുന്നിൽ പോയി അഭിനയിക്കേണ്ട കാര്യമില്ല. കാരണം എന്നെ ഞാനായിട്ട് തന്നെ ദൈവം മനസ്സിലാക്കുന്നു, എന്നെ ഞാനായിട്ട് തന്നെ ദൈവം അറിയുന്നു. ഈ നാട്ടിലിപ്പം റീസെൻ്റ്ലി ഒരു 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 റാപ്പർ മ്യൂസിക്കൊക്കെ പറയുന്ന ഒരു പുള്ളിക്കാരനെ പോലീസ് പിടിച്ചു, ഡ്രഗ് കേസിൽ പിടിച്ചു. നമ്മൾ കേട്ടിട്ടില്ലേ? അത് ആ പുള്ളിക്കാരനാണ് മയക്കുമരുന്നിനെ കുറിച്ചിട്ടൊക്കെ യുവതലമുറയോട് പറഞ്ഞത്, നിങ്ങളിങ്ങനെ ചെയ്യരുത്. ഞാൻ ഇതിനു മുമ്പിട്ടും പറഞ്ഞിട്ടുണ്ട്. ചില കേസിലൊക്കെ നമ്മൾ കാണും, അവരുടെ കൂടെ നടന്ന് അന്വേഷിക്കാനായിട്ട് വളരെ ആത്മാർത്ഥത കാണിക്കുന്നവരാണ് അവസാനം ക്ലൈമാക്സിൽ അവരാണ് പ്രതിയെന്ന് തെളിയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതുപോലെ തന്നെയാണ് നമ്മൾ അവരെ വിധിക്കും. നമ്മൾ പറയും അവരെങ്ങനെ ചെയ്തില്ലേ, അവരിങ്ങനെ പറഞ്ഞില്ലേ. കാരണം നമ്മൾ ഇപ്പോൾ ഒരുപക്ഷെ മയക്കുമരുന്ന് ഉപയോഗിക്കാത്തത് കൊണ്ട് നമ്മളൊരു ജഡ്ജ് സീറ്റിൽ ഇരുന്നിട്ട് അവരെ വിധിക്കാൻ പറ്റും. നമ്മളത് ചെയ്യുന്നില്ല. പക്ഷേ 100 കാര്യങ്ങൾ അല്ലെങ്കിൽ 1000 കാര്യങ്ങൾ ദൈവം നോക്കുമ്പോൾ നമ്മൾ നീതിമാനല്ല. അപ്പോൾ പല കാര്യങ്ങളിലും നമ്മളും തകർന്നവർ തന്നെയാണ്. അപ്പോൾ അവരോട് നമുക്ക് കരുണ തോന്നുക, കർത്താവേ ആ പാപത്തിൽ നിന്ന് അവരെ വിടുവിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ ആരോടും നമുക്കങ്ങനെ തിരിച്ച് ജഡ്ജ്മെൻറ്റിൽ നമുക്ക് പോകാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നിയത് ഈ ക്രിസ്ത്യൻ ഗോളമാണ് അല്ലെങ്കിൽ റിലീജിയസ് ഗോളമാണ് ശരിക്കും ഒരുപാട് മുഖം മൂടിയിട്ട് നടക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഇതായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഇവിടെ ആകുമ്പം ആരും അറിയുന്നില്ല. ഇവിടെ ആകുമ്പോഴത്തേന് പുറമേ നമ്മൾ പല കാര്യങ്ങൾ പറയുമ്പോഴും അകമേ കാണുന്ന കർത്താവിന് മാത്രമേ ഉള്ളൂ. അപ്പം ബാക്കിയുള്ളവരുടെ എല്ലാം മുന്നിൽ നമ്മൾ വളരെ നീറ്റായിരിക്കാം, വളരെ സ്നേഹമായിരിക്കാം. പക്ഷേ കർത്താവിന് മാത്രമേ ഉള്ളൂ, ഹൃദയങ്ങളെ തുളച്ച് കാണുന്ന കർത്താവിനറിയാം നമ്മുടെ അവസ്ഥ എന്താണ്, നമ്മുടെ റിയൽ അവസ്ഥ എന്താണ്. ഇവിടെ വന്ന് പറയുന്ന ഞാനും കർത്താവിന് മാത്രമേ എൻ്റെ യഥാർത്ഥ അവസ്ഥ എന്നെ കാണിച്ചു തരാൻ പറ്റൂ. അപ്പം അപ്പം നമ്മൾ പറഞ്ഞു വന്നതിനകത്ത് നമ്മൾ വിശുദ്ധർ, നമ്മൾ കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ കുറേ വാക്യങ്ങളിലൂടെ നമ്മൾ വായിച്ചു. അതുപോലെ മുൻ നിയമനത്തെക്കുറിച്ച് നമുക്കറിയാം. റോമർക്ക് എഴുതിയ ലേഖനം 8:28 പറയുന്നുണ്ട്, അവൻ മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചും, അവൻ വിളിച്ചവരെ മുൻ നിയമിച്ചും, അവൻ്റെ പുത്രനോട് സ്വരൂപനാകുവാൻ അവൻ മുൻ നിയമിച്ച് ഇരിക്കുന്നു എന്ന് വായിക്കുന്നു. അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും. അപ്പോൾ കർത്താവ് വിളിച്ചപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഉപേക്ഷിക്കുന്നില്ല. അതുപോലെ തന്നെ ആ വിശുദ്ധിയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 19 വരെ. യോഹന്നാൻ്റെ സുവിശേഷം 17 മുതൽ 19 വരെ. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിൻ്റെ വചനം സത്യമാകുന്നു. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. സ്തോത്രം. അപ്പം അവിടെ പറയുന്നത് കേട്ടല്ലേ, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന്. അവരെന്ന് പറഞ്ഞാൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പം യേശുക്രിസ്തു ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് ആ വിശുദ്ധി തരാൻ വേണ്ടിയിട്ട് കർത്താവ് തന്നെ വിശുദ്ധരായി എന്നാണ് നമ്മളിത് വായിക്കുന്നത്. ആ തീത്തോസിൻ്റെ ലേഖനം 2:14 ഇതുപോലെ തന്നെ പറയുന്നുണ്ട്, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തു, സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയായുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാകുന്നത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി സ്വയമായിട്ട് ഈ വിശുദ്ധിയിലേക്ക് കയറി ആ വിശുദ്ധി കർത്താവ് എന്നെ വിശുദ്ധീകരിച്ചു എന്നുള്ളത് നമ്മൾ വിശ്വാസത്താലാണ് പ്രാപിക്കുന്നത്. ഒരു വാക്യം കൂടെ ഉണ്ട്, 1 കൊരിന്ത്യർ 1:29 മുതൽ 31 വരെ. 1 കൊരിന്ത്യർ 1:29 മുതൽ 31 വരെ. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. അപ്പം നമ്മൾ ഏതെങ്കിലും പ്രവൃത്തികളൊക്കെ ചെയ്താണ് നമ്മൾ വിശുദ്ധരായതെങ്കിൽ നമ്മൾ കർത്താവിനോട് പറയും, കർത്താവെ ഞാനിത് ചെയ്താണ് നമ്മൾ വിശുദ്ധി പ്രാപിച്ചതെന്ന്. അപ്പോൾ ദൈവസന്നിധിയിൽ ഒരു ജഡവും നമുക്കൊരിക്കലും പോയിട്ട് ഞാൻ ചെയ്ത ഒരു പ്രവൃത്തി വെച്ചിട്ട് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല, കർത്താവ് ഞാനിത് ചെയ്തു, ഞാനിതിന് എലിജിബിൾ ആണെന്ന്. കാരണം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് കർത്താവ് തന്നെയാണ് ഇതെല്ലാം നമ്മളിലൂടെ ചെയ്തെടുക്കുന്നത്. അഥവാ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനൊരു വാക്യമുണ്ട്, റോമർക്ക് എഴുതിയ ലേഖനം 4 മുതൽ 5 വരെ. റോമർ 4 മുതൽ 5 വരെ. എത്ര വ്യക്തമായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല,
അപ്പോൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് കൃപയല്ല, അവിടെ കൃപയില്ല, അത് കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തവർ എങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. അപ്പം നമ്മളെ കർത്താവ് ഈ ഒരു വിശ്വാസ മാർഗമാണ് തുറന്നു തന്നേക്കുന്നത്. കാരണം ഈ വിശ്വാസത്തിലൂടെയാണ് നമുക്ക് ഈ നീതി നമുക്ക് കിട്ടുന്നത്, അല്ലാതെ നമ്മുടെ പ്രവൃത്തികളിലൂടെയല്ല. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, കർത്താവ് എൻ്റെ പാപങ്ങൾ, സകല പാപങ്ങളും കർത്താവ് ചുമന്നു, കർത്താവ് എനിക്ക് വേണ്ടി ഇതുവരെയുള്ള സകലതും ചുമന്നു. എന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ തേജസ്കരണത്തിൽ എന്നെ ആക്കുവാൻ കർത്താവ് ശക്തനാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ നീതിയായിട്ട് വരുന്നത്. ഈ കർത്താവ് ഇത് നമുക്കറിയാം, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് നമ്മുടെ യോഗ്യത നോക്കിയിട്ടല്ല, കർത്താവിൻ്റെ ആ നിത്യമായ സ്നേഹം കൊണ്ടാണ്. ഒരു പഴയ നിയമത്തിലൊരു വാക്യം ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31:3. ഇരമ്യാവ് 31:3. ഇരമ്യാവ് 31:3 പറയുന്നു, യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമായിരിക്കുന്നു. അതുപോലെ റോമർ 5:8 പറയുന്നുണ്ട്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. സ്തോത്രം. അപ്പം നമ്മൾ പാപികളായിരുന്നപ്പോഴും ദൈവത്തിന് ശത്രുക്കളായിരുന്നപ്പോഴുമാണ് ഈ ദൈവം നമ്മളെ സ്നേഹിച്ചത്. നമ്മളിന്ന് പാടിയ ഒരു പാട്ടിൻ്റെ ലാസ്റ്റ് ലൈനൊന്ന് ശ്രദ്ധിച്ചാൽ, ഡ്രോ മീ നിയറർ ടു ഗോഡിൻ്റെ ലോഡ്, ആ പാട്ടിൻ്റെ ലാസ്റ്റിൽ ഒരു ലൈൻ വായിച്ചു, ദർ ആർ ഡെപ്സ് ഓഫ് ലവ് ദാറ്റ് ഐ കനോട്ട് നോ ടിൽ ഐ ക്രോസ് ദ നാരോ സീ, ദർ ആർ ഹൈറ്റ്സ് ഓഫ് ജോയ് ദാറ്റ് ഐ മെ നോട്ട് റീച്ച് ടിൽ ഐ റീച്ച് പീസ് വിത്ത് തീ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ദർ ആർ ഡെപ്സ് ഓഫ് ലവ് ദാറ്റ് ഐ കനോട്ട് നോ ടിൽ ഐ ക്രോസ് ദ നാരോ സീ. ഈ ചെങ്കടൽ, ഈ ചെറിയ സമുദ്രത്തിലൂടെ നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കഷ്ടതകളിലൂടെ നമ്മുടെ പെയിനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മാത്രമാണ് ശരിക്കും ആ കർത്താവിൻ്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയുന്നത്. അതുവരെ നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഒരു വ്യക്തി ഇതിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയിലായിരിക്കാം, അല്ലെങ്കിൽ കുടുംബം തകർന്ന അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടായിരിക്കാം, ഇതിലൂടെ കടന്നു പോയി കർത്താവിനെ കണ്ടുമുട്ടുമ്പോഴാണ് അവൻ ശരിക്കും ആ കർത്താവിൻ്റെ സ്നേഹം ഇത്രയും വലുതാണെന്ന് മനസ്സിലാക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 7:47 ആ പാപിനിയായ സ്ത്രീയോട് പറയുന്നുണ്ട്. അപ്പോൾ അവളുടെ അനവധിയായ പാപം ദൈവം ക്ഷമിച്ചത് കൊണ്ട് അവൾ അധികം സ്നേഹിക്കുന്നു. അപ്പോൾ അവർക്കറിയാം, ഓരോരുത്തർക്കും അറിയാം അവരെന്തുമാത്രം കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നവരാണ്, പാപം ചെയ്തവരാണ്. അപ്പോൾ എന്നെ കർത്താവ് സ്നേഹിക്കുന്നു എന്നറിയുന്നത് ഈ ഒരു സിറ്റുവേഷൻ യഥാർത്ഥത്തിൽ നമ്മുടെ ആ മൂടുപടം മാറി നമ്മളെ ദൈവം കാണിച്ചു തരുമ്പോഴാണ്. അതുപോലെ തന്നെ അടുത്ത ലൈൻ പറയുന്നത് ഇങ്ങനെയാണ്, ദർ ആർ ഹൈറ്റ്സ് ഓഫ് ജോയ് ദാറ്റ് ഐ മെ നോട്ട് റീച്ച് ടിൽ ഐ റെസ്റ്റ് പീസ് വിത്ത് തീ. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുമ്പോഴാണ് ഇതിനപ്പുറത്തേക്കുള്ള ഒരു ജോയ്. നമ്മളിപ്പോൾ ഇന്ന് പറയുമ്പോഴും ആ സന്തോഷം നമുക്ക് എത്രത്തോളം നമുക്കറിയത്തില്ല. നമുക്കറിയാം, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരിക്കലും നിൽക്കും, അവിടെ നമ്മുടെ കണ്ണുനീർ കർത്താവ് തുടച്ച് കളയും. അവിടെ കണ്ണുനീരില്ല, അവിടെ ദുഃഖമില്ല, രോഗമില്ല, അവിടെ എപ്പോഴും സന്തോഷമായിരിക്കും. നമ്മൾ കർത്താവിന് സ്തുതിയും സ്തോത്രവും കരയറ്റും, നമ്മൾ കുഞ്ഞാടിനെ മഹത്വപ്പെടുത്തും എപ്പോഴും, ഹോളി ഹോളി എന്ന്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിയുമ്പോഴും നമുക്കതിൻ്റെ എത്രമാത്രമാണെന്ന് നമ്മൾ ഇവിടെ പറയുമ്പോഴും ഇതിൻ്റെ ആഴം എത്ര സന്തോഷമാണെന്ന് മനസ്സിലാകുന്നത് നമ്മൾ സ്വർഗത്തിലെത്തുമ്പോഴാണ്. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. അത് വളരെ ആപ്റ്റായിട്ട് തോന്നി. അതുപോലെ റോമർ 8:39, ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പോൾ ഈ കർത്താവിന് നമ്മളോടുള്ള ഈ സ്നേഹത്തെ അത് മാറ്റുവാനായിട്ട് ഒരു സൃഷ്ടിക്കും കഴിയത്തില്ലെന്നാണ് പറയുന്നത്. 1 തിമോത്തിയോസ് 1:13 വായിക്കാം നമുക്ക്. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നുവെങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. അപ്പം നമുക്ക് വീണ്ടും കർത്താവ് നമ്മളെ ഓരോന്ന് കേൾപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയുടെ കാലങ്ങൾ കർത്താവ് ക്ഷമിക്കും. എങ്കിലും നമ്മൾ വീണ്ടും കേൾപ്പിക്കുമ്പം ശരിക്കും നമ്മൾ ഇതിനകത്തെല്ലാം ബാധ്യസ്ഥരാണ്. കാരണം നമ്മൾ കരുണ ലഭിച്ചവരാണ്, നമ്മൾ കർത്താവിൻ്റെ കൃപ രുചിച്ചറിഞ്ഞവരാണ്. അപ്പോൾ അത് കാരണം നമുക്ക് തീർച്ചയായിട്ടും കർത്താവ് ന്യായവിധി നാളിൽ നമുക്കിത് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോ തവണയും നമ്മളെ ഈ വചനങ്ങളെല്ലാം അറിയിക്കുമ്പോഴും ഈ വചനത്തിലൂടെ കടത്തിവിടുമ്പോഴും നമ്മുടെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും വളരെ
കൂടുതലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇവിടെയൊന്നും നമുക്ക് നമ്മുടെ പ്രത്യാശയ്ക്ക് ഒരു ഭംഗം വരാതിരിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം കർത്താവ് നമ്മളെ കണ്ടു, കർത്താവ് നമ്മളെ വേർതിരിച്ചു, കർത്താവ് നമ്മളെ വിളിച്ചു. ആ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ കഴിവ് നോക്കിയിട്ടല്ല, നമ്മുടെ പ്രവൃത്തി നോക്കിയിട്ടല്ല. പക്ഷെ നമുക്കൊരു ഉത്തരവാദിത്വം ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം തരുന്നുണ്ട്. കാരണം ഈ സ്നേഹം നമ്മൾ അറിയും തോറും നമ്മൾ ആ സ്നേഹത്താൽ നമ്മൾ ഓരോ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട്, ഈ പാപത്തെ ജയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എപ്പോഴും പറയാറുള്ള ഉദാഹരണമാണ് ഈ ട്രാഫിക് സിഗ്നൽ ഫോളോ ചെയ്യുന്നത് ഒരുപാട് പെനാൽറ്റി വരുന്നെന്ന് വിചാരിച്ചിട്ടാണോ, അതോ ഇതൊന്നും ഇല്ലെങ്കിൽ പെനാൽറ്റി ഇല്ലെങ്കിലും ഞാൻ ട്രാഫിക് റൂൾ ഫോളോ ചെയ്യണം എന്ന് ചിന്തിച്ച് ചെയ്യുന്നതാണോ? അപ്പോൾ അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ ആ സ്നേഹത്താൽ ചെയ്യുമ്പോഴാണ്, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ ഞാൻ പല കാര്യങ്ങളും ഞാൻ ഉപേക്ഷിക്കുന്നു. കാരണം ആ സ്നേഹത്തിൽ നിന്ന് മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ഒരു തലത്തിലേക്ക് ദൈവം പോകുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ പാപങ്ങളെയും പാപ സ്വഭാവത്തെ എല്ലാം മാറ്റാൻ പറ്റുന്നതെന്ന് ഞാനും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം സഹായിക്കട്ടെ. സ്തോത്രം.